കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി.ജെ.പി എന്ന മുദ്രാവാക്യം പ്രചാരണായുധമാക്കിയായിരുന്നു LDF എത്തിയിരുന്നത്. എന്നാൽ അത് തിരിച്ചടിച്ചതുപോലെ LDFിനെതിരെ തന്നെ വന്നിരിക്കുകയാണിപ്പോൾ. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വന്ന LDF ബി.ജെ.പി ബോണ്ടിംഗ് ആരോപണം ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ തന്നെ അട്ടിമറിക്കാനുള്ള സാധ്യതയാണുള്ളത്. ബി.ജെ.പിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാവ് പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജൻ ചർച്ച നടത്തിയെന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തൽ. ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഉന്നയിച്ച ആരോപണം ഏറെക്കുറെ ശരിവെച്ചുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ നടത്തിയ പ്രതികരണം ഇടതുപാളയത്തിൽ കടുത്ത ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ മുൻപ് ദല്ലാൽ നന്ദകുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തോടെയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ അരങ്ങൊരുങ്ങുന്നത്. വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ആലപ്പുഴയിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനമായിരുന്നു ആ വേദി. അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പലവട്ടം ദിശമാറി വോട്ടെടുപ്പ് ദിനത്തിൽ CPM-നെ പ്രതിക്കൂട്ടത്തിലാക്കും വിധം പരിണമിക്കുകയായിരുന്നു. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടി നൽകാൻ പിറ്റേ ദിവസം ശോഭാ സുരേന്ദ്രൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആദ്യമായി പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള കണ്ണൂരിൽ നിന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാവിനെ ബി.ജെ.പിയിൽ ചേർക്കാൻ ദല്ലാൽ നന്ദകുമാർ ശ്രമം നടത്തിയെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടത്. തൃശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തിയ ദിവസം രാമനിലയത്തിൽ തന്റെ മുറിയിൽ ഒരു മുതിർന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് കാണാൻ വന്നെന്നും അഖിലേന്ത്യാ തലത്തിലുള്ള ബി.ജെ.പി നേതാവുമായി ചർച്ച നടത്തിയെന്നുമായിരുന്നു ശോഭയുടെ ആരോപണം. എന്നാൽ ആരാണ് ഈ തലപ്പൊക്കമുള്ള നേതാവെന്നത് ശോഭ സസ്പെൻസിൽ നിർത്തി. എന്നാൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസമായ വ്യാഴാഴ്ച ശോഭയ്ക്കും നന്ദകുമാറിനു മുൻപേ K സുധാകരൻ ഈ സസ്പെൻസ് പൊട്ടിച്ചു. LDF കൺവീനർ EP ജയരാജൻ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്നും രാജീവ് ചന്ദ്രശേഖറും ശോഭാ സുരേന്ദ്രനും ചർച്ചയുടെ ഭാഗമായെന്നും കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സുധാകരൻ ആരോപിച്ചു. ബി.ജെ.പിയിലേക്ക് പോകാൻ നിൽക്കുന്നത് EP ജയരാജനാണ്. ശോഭാ സുരേന്ദ്രൻ മുഖാന്തരമാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ചർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും ഭീഷണിയുണ്ടായതോടെ തൽക്കാലം പിന്നോട്ടു പോകുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി എന്താണെന്നറിയില്ല. ഗൾഫിൽ വച്ചായിരുന്നു ചർച്ച. ഗവർണർ സ്ഥാനത്തെക്കുറിച്ച് ചർച്ച നടന്നുവെന്നേ എനിക്കറിയൂ. MV ഗോവിന്ദൻ സെക്രട്ടറി ആയതോടെ EP അസ്വസ്ഥനാണ്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം നിരാശനായിരുന്നു. പിണറായി വിജയനായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധമില്ല എന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ. ഉച്ചയോടെ ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനയുടെയും K സുധാകരന്റെ രാവിലത്തെ വെളിപ്പെടുത്തലിന്റെയും തുടർച്ചയായിരുന്നു ഇത്. ബി.ജെ.പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി EP ജയരാജൻ ചർച്ച നടത്തിയെന്ന് നന്ദകുമാർ പറഞ്ഞു. ഇടതിന്റെ സഹായമുണ്ടെങ്കിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന് ജാവദേക്കർ EP-യോട് പറഞ്ഞതായും നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ബി.ജെ.പിയെ സഹായിച്ചാൽ പകരമായി SNC ലാവലിൻ കേസ് ഞങ്ങൾ ഇല്ലാതാക്കുമെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവസാനിപ്പിക്കുമെന്നും ജാവദേക്കർ ജയരാജൻ ഉറപ്പുകൊടുത്തെന്നും നന്ദകുമാർ പറഞ്ഞു. പിന്നീട് 4 തവണ ജാവദേക്കറുമായി താൻ ചർച്ച നടത്തിയെന്നും പിണറായി വിജയന്റെ സംരക്ഷകനായാണ് EP വന്നതെന്നും നന്ദകുമാർ കൂട്ടിച്ചേർത്തു. K സുധാകരനും ബി.ജെ.പിയുടെ ചൂണ്ടയിൽ കുരുങ്ങിയിരുന്നെന്നും KPCC അധ്യക്ഷ സ്ഥാനം കിട്ടിയതോടെയാണ് അദ്ദേഹം ചാടിപ്പോയതെന്നുമുള്ള വെളിപ്പെടുത്തലും നന്ദകുമാർ ഇതിനോടൊപ്പം നടത്തി. പിന്നാലെ EP ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും തെളിവുകളുമായി ശോഭാ സുരേന്ദ്രനും രംഗത്തെത്തി. ജയരാജന്റെ ബി.ജെ.പി പ്രവേശനം 90% പൂർത്തിയായിരുന്നെന്നും പാർട്ടിയിൽ നിന്നുണ്ടായ ഭീഷണി മൂലമാണ് അദ്ദേഹം പിന്മാറിയതെന്നും ശോഭ വെളിപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട് ജയരാജന്റെ മകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ജയരാജന്റെ മകൻ അയച്ചതെന്ന് അവകാശപ്പെട്ട് വാട്സപ്പ് സന്ദേശവും ഡൽഹിയിലേക്ക് പോകുന്നതിനായി പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ദല്ലാൽ നന്ദകുമാർ എടുത്തു നൽകിയ ടിക്കറ്റും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ K സുധാകരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് ഉടൻ തന്നെ മറുപടി പറഞ്ഞ EP ജയരാജൻ നന്ദകുമാറിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും ആരോപണങ്ങളോട് പ്രതികരിക്കാൻ പ്രത്യേകം സമയം തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച രാവിലെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമായിരുന്നു ആ പ്രതികരണമുണ്ടായത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി നേതാവും ദല്ലാളും വെളിപ്പെടുത്തിയ കാര്യങ്ങളോട് പ്രതികരിക്കവേ ആ കൂടിക്കാഴ്ചയ്ക്ക് ജയരാജൻ സ്ഥിരീകരണം നൽകി. തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിലെത്തി ജാവദേക്കർ തന്നെ കണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു. രാഷ്ട്രീയമായൊന്നും സംസാരിച്ചില്ലെന്നും കാണാനും പരിചയപ്പെടാനും എത്തിയതാണെന്നും വിശദീകരിച്ചു. വോട്ടെടുപ്പ് ദിവസം ജയരാജൻ നടത്തിയ അപ്രതീക്ഷിത തുറന്നുപറച്ചിൽ CPM-നെയും ഇടതുപക്ഷത്തെയും ഞെട്ടിക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. ഇന്ന് ആരെ വഞ്ചിക്കണമെന്നാലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ലെന്നത് നേരത്തെ തന്നെയുള്ള അനുഭവമാണ്. അതിന്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞുവെന്നത് നാം കാണേണ്ടതുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള EP-യുടെ അനവസര തുറന്നുപറച്ചിലുള്ള
അസ്വസ്ഥത മുഴുവൻ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിലുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസം രാവിലെ ഇത്തരമൊരു പ്രതികരണം ഇ.പി. ജയരാജന് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഈ സമയം അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നതാണ് രാഷ്ട്രീയ മണ്ഡലത്തിലുയരുന്ന വലിയ ചോദ്യം. ബി.ജെ.പി. ദിവസങ്ങളായി അരങ്ങൊരുക്കിയ ഒരു കെണിയിൽ കൃത്യമായി വന്ന് കുരുങ്ങുകയായിരുന്നു അദ്ദേഹം. അതോ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു പദ്ധതിയിൽ അറിഞ്ഞുകൊണ്ട് സ്വന്തം ഭാഗം പൂർത്തീകരിക്കുകയായിരുന്നു? രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരിൽ നിരവധി സംശയങ്ങൾ ഉയരുന്നത് സ്വാഭാവികം. ബി.ജെ.പിയുടെ ചാക്കിട്ടുപിടുത്തം, അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളുടെ നേർക്കുള്ള ഭീഷണി, കോൺഗ്രസ് നേതാക്കളുടെ ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്ക്, CAA വിരുദ്ധ നിലപാട് തുടങ്ങിയവയൊക്കെ പ്രചാരണ വിഷയങ്ങളാക്കി വോട്ടർമാരെ അഭിമുഖീകരിച്ച CPM-ന് അവസാന നിമിഷം അസ്ഥാനത്ത് കിട്ടിയ പ്രഹരമായി മാറുകയാണ് ഇ.പി.യുടെ നിലപാട്. ഇത് ബൂത്തിലേക്കിറങ്ങുന്ന വോട്ടർമാർക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം ചില്ലറയായിരിക്കില്ല. ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിലൊന്നും ഇത്തരമൊരു അപ്രതീക്ഷിത പ്രതിസന്ധി തിരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് നേരിടേണ്ടി വന്നിരിക്കില്ല.